ലോകഭൂപടത്തിൽ ഇടം നേടിയ കൊച്ചിയുടെ കാർണിവൽ ചരിത്രത്തിന് 40 വർഷം പൂർത്തിയാവുകയാണ്. 40 വർഷത്തിലേക്ക് കടക്കുമ്പോൾ കൊച്ചിൻ കാർണിവലിന് ഇന്ന് പതാക ഉയരുകയാണ്. കൊച്ചിയുടെ MLA KJ മാക്സി പ്രധാന കാർണിവൽ പതാക ഉയർത്തും. അതോടൊപ്പം തന്നെ 70ഓളം ക്ലബ്ബുകളാണ് ഈ കാർണിവലിൽ അണിചേരുവാനായിട്ട് വിവിധ പരിപാടികളുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. ആ ഓരോ ക്ലബ്ബുകളുടെയും പതാക എനിക്ക് പിന്നിൽ കാണുന്ന ഈ കൊടിമരങ്ങളിൽ ഉയർന്നുകൊണ്ടാണ് കൊച്ചിൻ കാർണിവലിന് ഇന്ന് തുടക്കം കുറിക്കുന്നത്. ഈ ആഘോഷത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ 40 വർഷം പിന്നിടുന്ന കൊച്ചി കാർണിവൽ ഏറെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരു കാർണിവലായി മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, കോവിഡിൻ്റെ നാളുകളിൽ ഉണ്ടായിട്ടുള്ള 2 വർഷക്കാലം ഒഴിച്ചാൽ ഇത് നമുക്ക് പൂർണ്ണമായിട്ടും എല്ലാ വർഷവും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. നമ്മുടെ സബ് കളക്ടറായിരുന്ന വിഷ്ണുരാജ് IAS 3 വർഷം ഇവിടെ ഇരുന്നെങ്കിലും അദ്ദേഹത്തിന് ഒരു പ്രാവശ്യം പോലും കാർണിവൽ പരിപാടിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അദ്ദേഹം ആദ്യം വരുമ്പോൾ നമുക്ക് കോവിഡായിരുന്നു. ആ വർഷം നമുക്ക് കാർണിവൽ പ്രോഗ്രാം നടത്തിയില്ല. കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന് ശബരിമല ഡ്യൂട്ടി കിട്ടി, അദ്ദേഹം അവിടെ പോയി. ഈ വർഷം അതിന് മുമ്പായിട്ട് അദ്ദേഹം ഇവിടെ നിന്ന് മാറിപ്പോയി. എന്നാലും പുതിയ സബ് കളക്ടർ മീര കൊച്ചിയെപ്പറ്റി നന്നായി മനസ്സിലാക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് അവരുടെ പ്രസംഗത്തിൽ തന്നെ മനസ്സിലായത്. കൊച്ചിയിലെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ഈ പരിപാടി ഏറെ ആഘോഷകരമായി മുന്നോട്ട് പോകാൻ വേണ്ടി അവർ നേതൃത്വം കൊടുക്കുമെന്നും വിശ്വാസമുണ്ട്. നമ്മൾ ഈ പരിപാടിയുമായി ഏറെ മുന്നോട്ട് പോകുമ്പോൾ വിവിധങ്ങളായിട്ടില്ല. കഴിഞ്ഞ വർഷം നമുക്കറിയാം, കോവിഡിന് ശേഷം കഴിഞ്ഞ വർഷം കാർണിവൽ പരിപാടിയുമായി ബന്ധപ്പെട്ടുള്ള പ്രോഗ്രാമുകൾ, അതുപോലെ തന്നെ നമ്മൾ 31-ാം തീയതി രാത്രിയിലത്തെ അപ്പാഞ്ചേക്കത്തിക്കൽ പ്രോഗ്രാം ഈ കൊച്ചിക്ക് താങ്ങാവുന്നതിനപ്പുറത്തേക്കായിരുന്നു വന്നത്. നമ്മുടെ എല്ലാവരുടെയും ഭാഗ്യത്തിന് ഒരു അപകട സാധ്യതകളില്ലാതെ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. എന്നാൽ ഈ വർഷം പ്രത്യേക മുൻകരുതലെടുക്കാൻ വേണ്ടിയിട്ടുള്ള പൊതു തീരുമാനം കാർണിവൽ കമ്മിറ്റിയുടെയും ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ എല്ലാം തീരുമാനത്തിൽ അത് ഒരുക്കങ്ങൾ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചിൻ കാർണിവൽ ഈ വർഷം നമുക്ക് വളരെ ഗംഭീരമായിട്ട് നടത്തണം എന്നുള്ളത് അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ഒരു ജില്ലയുടെ ഒരു ഇവന്റ്, അല്ലെങ്കിൽ ഒരു ജില്ലയുടെ ആ ഒരു മുഖമുദ്ര എന്ന് പറയുന്ന ഒരു ഇവന്റ് ആക്കി ഇങ്ങനെ ഒരു ഇവന്റിനെ മാറ്റിയെടുത്തത് നിങ്ങൾ ഓരോരുത്തരുമാണ്. നമുക്കറിയാം, ഈ ഒരു കാർണിവൽ എന്ന് പറയുന്നത് ഒരു സെൻട്രൽ അതോറിറ്റി ഇരുന്ന് ഓർഗനൈസ് ചെയ്തെടുക്കുന്നതൊന്നുമല്ല. ഇത് നിങ്ങൾ ഓരോരുത്തരും ചെയ്തെടുക്കുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ ഫണ്ട് തൊട്ട് ഇതിന്റെ കാര്യങ്ങൾ, ഓരോ കാര്യങ്ങളും, അതിന്റെ റാലികളാകട്ടെ മറ്റു പരിപാടികളാകട്ടെ എല്ലാം കഴിഞ്ഞ 31-ാം തീയതിയുള്ള നമ്മുടെ പാപ്പാഞ്ചി ബേണിംഗ് വരെ എല്ലാം നിങ്ങൾ ഓരോരുത്തരുടെയും പങ്കാളിത്തത്തോടു കൂടെ മാത്രമാണ് നമുക്ക് നടത്താൻ സാധിക്കുകയുള്ളൂ. ആ ഒരു സഹകരണം ഈ വർഷവും നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനൊരു തൃശ്ശൂരുകാരിയാണ്. അപ്പം തൃശ്ശൂർ പൂരത്തിന്റെ നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പൊ എനിക്ക് ഇവിടെ വരുമ്പോൾ ഉടനെ അതുപോലൊരു പൂരം കിട്ടിയൊരു പ്രതീതിയാണ് എനിക്ക് ഉള്ളത്. നമുക്ക് ഒരു കാര്യം അറിയാം, കൊച്ചി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫോർട്ട് കൊച്ചി എന്ന് പറയുന്നത് ഒരുപാട് കൾച്ചറുകളുടെയും ഒരുപാട് പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ ഒത്തുകൂടി അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടുത്തെ സ്ഥലം മാത്രമല്ല, ഇവിടെ വരുന്ന ഓരോ ആൾക്കാരും കൊണ്ടുവരുന്നത് അവരുടെ സംസ്കാരവും അവരുടെ ആ ഒരു കൾച്ചറിന്റെ ഒരുപാട് എന്താ പറയാ നല്ല വശങ്ങൾ കൊണ്ടുവന്ന് അത് ഒത്തുകൂടി ഒരു മെൽറ്റിംഗ് പോട്ട് ഓഫ് കൾച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഫോർട്ട് കൊച്ചി. ഈ ജനക്കൂട്ടം കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് 31-ാം തീയതി നമ്മൾ കഴിഞ്ഞ വർഷം വന്നതിന്റെ ഡബിൾ ആളുകൾ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളുടെ സുഹൃത്തുക്കളും ഫാമിലി റിലേറ്റീവ്സും പുറത്തുള്ള ആളുകളും കൂടി വന്നു കഴിഞ്ഞാൽ കൊച്ചി വീണ്ടും നല്ലൊരു തിരക്കിലേക്ക് മാറുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അതിൻ്റെ മുൻകരുതൽ സബ് കളക്ടറിന്റെ നേതൃത്വത്തിൽ എനിക്ക് തോന്നുന്നത് ഞങ്ങൾ MLA ഞങ്ങളും എല്ലാവരുമായിട്ട് കാർണിവൽ കമ്മിറ്റി അടക്കം മീറ്റിംഗ് കൂടി ഇരുന്നു. നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഡിസാസ്റ്റർ മാനേജ്മെന്റും ഇവിടുത്തെ ടോയ്ലറ്റ് ഫെസിലിറ്റി അടക്കം ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. നമുക്കറിയാം, ഇവിടെ ഈ 40 വർഷമായിട്ട് നമ്മൾ ഇന്ന് ക്ലബ്ബുകളിലെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ആളുകളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. തീർച്ചയായിട്ടും കൊച്ചി അന്താരാഷ്ട്ര ലെവലിൽ ലോകമെമ്പാടും ഈ പരിപാടി കാണുവാനും അതോടൊപ്പം തന്നെ ഈ പരിപാടിയിലേക്ക് വന്നു ചേരാനും മുഴുവൻ ആളുകൾക്കും അവസരം കൊടുക്കണം എന്നാണ് എൻ്റെ എളിയ അഭ്യർത്ഥന. ജനപങ്കാളിത്തം കൊണ്ടും ആഘോഷ പരിപാടികൾ കൊണ്ടും മറ്റെല്ലാ മേഖലയിലും ഉയർന്ന നിലവാരത്തിലേക്ക് നമ്മൾ കൊച്ചിൻ കാർണിവൽ കടന്നിരിക്കുകയാണ്. ഇതിനുള്ളിൽ നമുക്കറിയാം, ഒട്ടനവധി ആളുകൾ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഫെലിക്സ്. ഈ കാർണിവൽ കൊച്ചിൻ ബീച്ച് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ പരിപാടിയോടുകൂടി തുടക്കം കുറിച്ചത് ഫെലിക്സ് എന്ന പരിസ്ഥിതി പ്രവർത്തകനാണ്. അദ്ദേഹത്തിന്റെ കണ്ടെത്തലാണ് ജനകീയമായിട്ടുള്ള കുറച്ച് ക്ലബ്ബുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനൊരു സംരംഭം ഉണ്ടാക്കുക എന്നുള്ളത്. അത് പിന്നീട് KJ സോഹൻ അവர்களுം മറ്റുള്ള ഭാരവാഹികളെല്ലാം ചേർന്നുകൊണ്ട് കൊച്ചിൻ കാർണിവൽ എന്ന് പറയുന്ന വലിയൊരു ജനകീയ ഉത്സവത്തിന് തുടക്കം കുറിച്ചു.
ലോക ഭൂപടത്തിൽ ഇടം പിടിച്ച കൊച്ചിയുടെ മാമാങ്കമായ കൊച്ചിൻ കാർണിവലിന് ഇന്ന് കൊടിയുയരുമ്പോൾ ലോകത്തിൻ്റെ എല്ലാ കോണിലുമുള്ള മലയാളികൾക്ക് ഇതൊരു ഗ്രഹാതുരത്വമാണ്. 40 വർഷം പിന്നിടുമ്പോൾ ഇത് നടത്തിയ കമ്മിറ്റിയെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. ഇനിയൊരു കാലഘട്ടത്തിലോട്ട് നീങ്ങുമ്പോൾ പുതിയ തലമുറയെ ചേർത്ത് നിർത്തിക്കൊണ്ട് കാർണിവൽ കമ്മിറ്റി രൂപീകരിച്ച് വളരെ ആഘോഷത്തോടുകൂടി നടത്തണമെന്നുള്ളതാണ് കൊച്ചി ജനതയുടെ ആവശ്യം. ഇന്ന് ഇവിടെ കാർണിവലിന് പതാക ഉയരുമ്പോൾ 70ഓളം ക്ലബ്ബുകളാണ് ഇതിന് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇനിയും ഒരുപാട് പേര് ആഗ്രഹിച്ചിട്ടുണ്ട്. നമ്മൾക്ക് സ്ഥലപരിമിതി മൂലം അവരെ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. വരും വർഷങ്ങളിലും വളരെ ആഘോഷമായിട്ട് തന്നെ നമുക്ക് ഇത് നടത്താൻ സാധിക്കും. ഇതിനുവേണ്ട ഒരുപാട് ഒരുക്കങ്ങൾ കമ്മിറ്റിയും കൊച്ചി നഗരസഭയും കളക്ടർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. എങ്കിലും എത്രമാത്രം ആളുകൾ ഈ ദിവസങ്ങളിൽ വരുമെന്നുള്ളത് നമുക്കൊരു കണക്കില്ല. എങ്കിലും എല്ലാവരുടെയും സുരക്ഷിതത്വം കണക്കിലെടുത്തുകൊണ്ട് കൊച്ചി നഗരസഭയും ജില്ലാ ഭരണകൂടവും കൊച്ചി കാർണിവൽ കമ്മിറ്റിയും ഒരുമിച്ച് പോകുമെന്ന് ഉറപ്പ് നൽകുന്നു. ഇന്നു മുതലുള്ള ഓരോ ദിവസവും ഓരോ മണിക്കൂറുകളും ഏറ്റവും മനോഹരമായ ആഘോഷങ്ങൾക്ക് വേദിയാവുകയാണ് ഫോർട്ട് കൊച്ചി. ഫോർട്ട് കൊച്ചിയിലേക്ക് വിദേശികളും സ്വദേശികളുമായ അനേകം ആളുകൾ ഒഴുകിയെത്തുമ്പോൾ വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് ഫോർട്ട് കൊച്ചി സബ് കളക്ടറുടെ നേതൃത്വത്തിൽ വലിയ ഒരുക്കങ്ങൾ തന്നെ കാർണിവൽ കമ്മിറ്റി നടത്തി കഴിഞ്ഞു. ആഘോഷരാവുകളും ആഘോഷ ദിനങ്ങളും എല്ലാവർക്കും ഏറ്റവും മനോഹരമായി തീരും. കൊച്ചിയിൽ നിന്നും ലൈഫ് കൊച്ചി ന്യൂസിന് വേണ്ടി റിഡ്ജൻ റബല്ലോ.